ഹലോ ഓൾ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് സെറ്റ് എക്സാമിൻ്റെ ഇക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഒരു 36 വരെയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 37 മുതലാണ്. ഓക്കെ, സോ മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, അതായത് മാച്ച് ദ ഫോളോയിങ് തന്നെ, സിമ്പിൾ. സോ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ്, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്, ക്രെഡിബിലിറ്റി എഫക്ട്, time inconsistency problem. List 2 agents use all available information to forecast policies and outcomes. Policymakers often have an incentive to deviate from optimal long run plans for short run gains, leading to suboptimal outcomes. Option 3, ഇത് റീപ്പിൾ അല്ല, ഇത് പീപ്പിൾ ആണ് കേട്ടോ. ഇത് പീപ്പിൾ ആണ്, പി ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. People prefer to hold money rather than bonds. And option 4, output only increases when the actual price level is higher than the expected price level. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കിക്കുക. നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കിയത് ഏതൊക്കെ ആയിരിക്കും വരുന്നതെന്ന് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ്. ആ ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്കറിയാം, ഓൾറെഡി അവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് താഴെ പോയി കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴും മണി പ്രിഫർ ചെയ്യുന്നത് ഹോൾഡ് ചെയ്യാനായിരിക്കും. അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എത്തും പീപ്പിൾ പ്രിഫർ ടു ഹോൾഡ് മണി റാദർ ദാൻ ബോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ 3 എന്നതാ 2 ആൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിനി ബിയുടെ ആൻസർ ഏതാണെന്ന് നോക്കാം. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്. അപ്പോൾ റാഷണലി ചിന്തിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്. നമുക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലേലും നമുക്ക് ഈ മാച്ച് ഫോളോയിങ് ഒന്ന് ചിന്തിച്ച് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്നതാ, ഏജൻസ് യൂസ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ ടു ഫോർകാസ്റ്റ് പോളിസീസ് ആൻഡ് ഔട്ട്കംസ് അല്ലേ. ഏജൻസ് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം മുൻകൂട്ടി നാളത്തെ പോളിസീസും ഔട്ട്കമും ഒക്കെ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഏതാ ഒന്നാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒന്നാണ്. ഏജൻസ് യൂസ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ ടു ഫോർകാസ്റ്റ് പോളിസീസ് ആൻഡ് ഔട്ട്കംസ്. അപ്പോൾ അത് തന്നെ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ആൻസർ കിട്ടിയോ ഇല്ലയോ എന്നല്ലേ. ആണ് A3B1. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. A3B1 C4 ആൻഡ് D2. അപ്പോൾ സി ഏതായിരുന്നു? ക്രെഡിബിലിറ്റി എഫക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് only increase when the actual price level is higher than the expected price level. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴും ആക്ച്വൽ പ്രൈസ് ലെവൽ എക്സ്പെക്റ്റഡിനേക്കാളും മുകളിൽ വരുമ്പോഴേ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യൂ എന്ന് പറയുന്നതാണ് ക്രെഡിബിലിറ്റി എഫക്റ്റ്. പിന്നെ ഉള്ളത് ടൈം ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം ആണ്. അതാണ് പോളിസി മേക്കേഴ്സ് ഓഫൺ ഹാവ് ആൻ ഇൻസെൻറ്റീവ് ടു ഡേവിയേറ്റ് ഫ്രം ഒപ്റ്റിമൽ ലോങ് റൺ പ്ലാൻസ് ഫോർ ഷോർട്ട് റൺ ഗെയിൻസ് ലീഡിങ് ടു സബ് ഒപ്റ്റിമൽ ഔട്ട്കംസ്. അതായത് ലോങ് റൺ പ്ലാൻസ് ചൂസ് ചെയ്യാതെ ചില സമയത്ത് ആളുകൾ ഷോർട്ട് റൺ പ്ലാൻസ് വളരെ വേഗത്തിൽ ഔട്ട്കം കിട്ടാൻ വേണ്ടി ചൂസ് ചെയ്യും. അതാണ് ഈ ടൈം കൺസിസ്റ്റൻസി പ്രോബ്ലം എന്ന് പറയുന്ന ആൻസർ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 38. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ കറക്റ്റ് സീക്വൻസ് ടു എക്സ്പ്ലെയിൻ ദ ലോജിക് ഓഫ് ബാരോ-റിക്കാർഡോ ഈക്വലൻസ് തിയറം. അപ്പോൾ ബാരോ-റിക്കാർഡോ ഈക്വലൻസ് തിയറത്തിൻ്റെ ലോജിക് അനുസരിച്ച് ഈ സീക്വൻസിനെ ഒന്ന് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Consumers possessing rational expectations anticipate that the government must eventually raise future taxes to repay the principal and interest on their bonds. Consumers increase their current private savings by the full amount of the tax cut to prepare for the expected future tax liability. The government issues bonds to finance a current tax cut, leading to an immediate budget deficit. Aggregate demand and total national savings remain unchanged. അപ്പോൾ ബാരോ-റിക്കാർഡോ ഈക്വലൻസ് തിയറത്തെ ബേസ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് പറയുവാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ടാക്സ് കട്ട് ചെയ്യാതെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഫണ്ട് നിലനിർത്തുമ്പോൾ, മീൻസ് ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആളുകളുടെ ഉള്ളിൽ അവർ ചിന്തിക്കും അപ്പം നാളെ ഗവൺമെൻറ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ കടത്തിലേക്ക് എത്തുമെന്നും അങ്ങനെ ടാക്സ് കൂട്ടുമെന്നും അപ്പം നമ്മൾ സേവ് ചെയ്താൽ അത് ടാക്സ് കട്ടായിട്ട് പോകുമെന്നും അതാണ് ഇവിടെ പറഞ്ഞത്. കൺസ്യൂമേഴ്സ് പോസസിങ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ദ ഗവൺമെന്റ് മസ്റ്റ് ഇവൻച്വലി റേസ് ഫ്യൂച്ചർ ടാക്സസ് ടു റീപേ ദ പ്രിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ബോൺസ്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ എന്നാ പറ്റും, ഞാൻ സേവ് ചെയ്ത പൈസ നാളെ ഗവൺമെൻറ് കൊണ്ടുപോകുമോ. അപ്പോൾ കൺസ്യൂമേഴ്സ് അല്ല, ഞാൻ ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പണം, ഞാൻ കൺസ്യൂം ചെയ്യുന്ന പണം
ഗവൺമെൻറ് കൊണ്ടുപോകുമോ എന്നുള്ളൊരു ധാരണയിലേക്ക്, ഒരു റാഷണൽ തോട്ടിലേക്ക് അവരെത്തുന്നു. അപ്പം കൺസ്യൂമേഴ്സ് ഇൻക്രീസ് ദെയർ കറന്റ് പ്രൈവറ്റ് സേവിങ്സ് ബൈ ദ ഫുൾ എമൗണ്ട് ഓഫ് ദ ടാക്സ് ടു പ്രിപ്പയർ ഫോർ ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ടാക്സ് ലെബിലിറ്റി. അപ്പം നാളത്തെ ആ ബാധ്യത തീർക്കാൻ വേണ്ടി, നാളെ ഒരു ബാധ്യത വരുമെന്ന് വിചാരിച്ച് നാളത്തെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് അവരെന്നാ ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ കറന്റ് പ്രൈവറ്റ് സേവിങ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കൂട്ടും. അങ്ങനെ aggregate demand and total national savings remains unchanged. അപ്പോൾ ഇവിടെ ആദ്യം നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇഷ്യൂസ് ബോൺസ് ടു ഫിനാൻസ് ആൻഡ് ഇമ്മീഡിയറ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് 3,1,2,4. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യും, അങ്ങനെ ആളുകൾ ചിന്തിക്കും, റാഷണലി ചിന്തിക്കും, നാളെ കടം വരും, അങ്ങനെ അവരുടെ കറന്റ് സേവിങ്സ് കൂട്ടി അവർ നാളത്തെ ബാധ്യത അടയ്ക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. ആഗ്രിഗേറ്റ് ഡിമാൻഡും ടോട്ടൽ നാഷണൽ സേവിങ്സും അങ്ങനെ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. അതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ കറക്റ്റ് സീക്വൻസ് ടു ഇല്ലസ്ട്രേറ്റ് ദ ലോജിക് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അക്കോർഡിംഗ് ടു ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിന്റെ ബേസിസിൽ നമുക്ക് ഈ നമ്മുടെ ക്വസ്റ്റ്യന് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് എന്നാ ചെയ്യണം, ലോജിക്ക് പരമായിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഇൻഡിവിജ്വൽ എൻറ്റേഴ്സ് ദ വർക്കിംഗ് ഫേസ് ആൻഡ് ബിഗിൻസ് ടു ഏൺ എ സിഗ്നിഫിക്കൻറ്റ് ഇൻകം saving a portion of it to accumulate wealth. The individual is born has zero income and relies on saving, borrowing or parental support. Option 3, the individual calculates their lifetime resources and plans a smooth, constant stream of consumption over their expected lifespan. The individual enters the retirement stopping labor income and beginning to save by drawing down the accumulated wealth. Labor income eventually falls to zero and the individual's net wealth approaches zero at the end of their life. ഈ ലൈഫ് സൈക്കിൾ അപ്രോച്ചിനകത്ത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഒരാളുടെ ചെറുപ്പം മുതൽ ഇങ്ങനെ വന്ന് അവർ പേരൻറ്റിനെ ജനിക്കുന്നു, പേരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അവർ സേവ് ചെയ്യുന്നു, ജോലി റിട്ടയർമെൻറ്റിന് ശേഷം ഇവരുടെ സേവിങ്സ് വെച്ച് ഇവർ വെൽത്ത് വെച്ച് ഇവർ ജീവിക്കുന്നു, ഏറ്റവും അവസാനം തീരുന്നു, അങ്ങനെ ജീവിതം കഴിയുന്നു. അങ്ങനെ ഒരു എന്നാ ഒരു ലൈഫ് സൈക്കിളാണ് നമ്മൾ ആ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 1, 4, 5 എന്ന് പറയുന്നതാണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ പവർ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ? സോ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ആണ്, നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്, നിങ്ങൾ എല്ലാവരും അത് ആൻസർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ്റഗ്രേഷൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പവർ റൂൾ ഫോർ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ്റെ ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പവർ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? എഫ് ഓഫ് എക്സിനെ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത് അല്ലേ? സോ ഇതാണ് കറക്റ്റ് ആൻസർ. നമുക്കത് നോക്കാം, ഓപ്ഷനിൽ എവിടെയാണ് ഇത് ഉള്ളത്. അതെ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്നതാണ് ഇത് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിനെ ഞാൻ ഇപ്പോൾ എൻ എന്നല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 എന്നാണെന്ന് തന്നെ അങ്ങ് വിചാരിച്ചോ. ഓക്കെ, എക്സ് റേസ് ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്നതാ വരുന്നേ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x റേസ് ടു 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 5x റേസ് ടു 4. സിമ്പിൾ, അതാണ് ഇതിനകത്ത് ആൻസർ വരുന്നത്. അപ്പോൾ സെയിം ലോജിക്കാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്നുള്ളതാണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 41. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൂ? അല്ലെ, ആരുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിലനിൽക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഡി മോയിവെറെ, ഓപ്ഷൻ ബി സൈമൺ ഡേനീസ്, ഓപ്ഷൻ സി ജെയിംസ് ബെർണോളി, ഓപ്ഷൻ ഡി റൊണാൾഡ് എ ഫിഷർ. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ നമ്മൾ പഠിച്ചൊരു പേര് തന്നെയാണ് ആരുടേതാ? ജെയിംസ് ബെർണോളി. സോ അതൊരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 42. ദ സിറ്റുവേഷൻ ഓഫ് ഡീജനറസി ഒക്കേഴ്സ് ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വെൻ എ ബേസിക് വേരിയബിൾ അക്യൂസ് എ വാല്യൂ ഓഫ്, അല്ലേ, the situation of degeneracy occurs in a linear programming problem when a basic variable acquires a value. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തത്. നമുക്ക് ഈ നമ്മുടെ മാത്തമാറ്റിക്സ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അവിടെ ഒരു എക്സ്പ്ലനേഷൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. ഇപ്പം തന്നെ നോക്കൂ, ഓപ്ഷൻ എ 0 ആണ് ആൻസർ. നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അത് നമ്മൾ പഠിച്ച് പോകുന്നതാണ്. പലരും ഈ മറ്റേ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് കാണാതെ പഠിച്ച് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ നമ്പർ 43. വാട്ട് ഈസ് എ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ ഇഫ് പ്രൈസ് പി ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഗിവൺ ആസ് പി ഈസ് ഈക്വൽ ടു 300 - 3Q? എന്നിട്ട് അതായത് നമ്മളിപ്പോഴും മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ടോട്ടൽ റവന്യൂവിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കിട്ടും. അപ്പോൾ അപ്പം നമുക്ക് എന്നാ വേണം? ടോട്ടൽ റവന്യൂ വേണം. ഈ ടോട്ടൽ റവന്യൂവിനെ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് എന്നതാ? പ്രൈസ് മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രൈസ് മാത്രമേ ഉള്ളൂ. 300 - 3Q എന്നുള്ളൊരു പ്രൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൈസിനെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ കിട്ടും, അല്ലേ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ എന്നാ കിട്ടും? ടോട്ടൽ റവന്യൂ കിട്ടും. ഞാനിവിടെ സ്റ്റെപ്പ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഓൾറെഡി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. ഇവിടെ പ്രൈസ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 300 - 3Q എന്നാണ്. സോ നമ്മൾ ഇനി അടുത്തായിട്ട് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു 300 - 3Q, അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ അടുത്ത് തന്നെ വരുന്നത് നമ്മളിതിനെ അകത്തോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300Q - 3Q² എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്നതാ? ടോട്ടൽ റവന്യൂ. ഇനി അതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം, മാർജിനൽ റവന്യൂ കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പം മാർജിനൽ റവന്യൂ ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി Q, where marginal revenue is the derivative of total revenue divided by DQ. അപ്പം നമ്മളിവിടെ ടോട്ടൽ റവന്യൂവിനെ ഡെറിവേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു D/DQ ഓഫ് 300Q - 3Q². ഇതിനെ എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പം ഇവിടെ ഒരു Q എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് കിടക്കുന്നതെങ്കിൽ ആ കോൺസ്റ്റന്റിനെ നമ്മൾ മാറ്റും. അപ്പോൾ എന്നെ വരും 300 - 3Q². അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന പവറിനെ നമ്മൾ ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പം 3 × 2 6Q. അങ്ങനെയാണ് നമ്മളത് ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ MR ഈസ് ഈക്വൽ ടു 300 - 6Q. So correct answer is option C. MR is equal to 300 - 6Q. So question number 44. Which of the following is not a condition of Gauss-Markov theorem? ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗോസ് മാർക്കോ തിയറത്തിന്റെ കണ്ടീഷനേ അല്ലാത്തത് ഏതാണ് കൂട്ടത്തിൽ? ലീനിയാരിറ്റി. ഓപ്ഷൻ എ ലീനിയാരിറ്റി, ഓപ്ഷൻ ബി ഹോമോസ്കെഡാസ്റ്റിസിറ്റി, ഓപ്ഷൻ സി ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി, ഓപ്ഷൻ ഡി നോൺ കോളിനിയാരിറ്റി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. Tossing a coin a large number of times gives the possibility for the proportions of heads and tails to be each equal to 1/2. This with regard to the option A സെൻട്രൽ ലിമിറ്റ് തിയറം ആണോ, ഓപ്ഷൻ ബി ഗാംബ്ലേഴ്സ് ഫാലസി ആണോ, ഓപ്ഷൻ സി ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി ആണോ, അതോ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതും വളരെ എക്കണോമെട്രിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമ്മൾ
45 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഉടനെ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.